നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ കടത്തിവിട്ടുകയാണ് BJP സർക്കാർ. കോൺഗ്രസ് തുടങ്ങിവെച്ച അപകടകരമായ ജനാധിപത്യത്തിന് ഭീഷണിയായ അടിച്ചമർത്തലുകൾ മോഡി സർക്കാർ നിർബാധം തുടരുകയാണ്. സാധാരണക്കാരൻ താമസിക്കുന്ന ചേരികളിൽ അധികാരത്തിന്റെ മുഷ്കിൽ ഹിംസാത്മകമായിരിക്കുന്ന രഥചക്രങ്ങൾ ഉരുട്ടിക്കയറ്റുകയാണ് BJPയുടെ ഭരണകൂടം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടിമപ്പണിയെടുത്ത് ജീവിക്കുന്ന ദരിദ്രരായിരിക്കുന്ന മനുഷ്യരുടെ ചേരികളിലാണ് ഈ രഥചക്രങ്ങൾ ഇരച്ചു പായുന്നത്. ഒരു കാറ്റിന് പോലും തള്ളി വീഴ്ത്താവുന്ന അത്രയും ദുർബലമായ കൂരകൾക്കുമേൽ ബുൾഡോസറിന്റെ ബലിഷ്ഠമായിരിക്കുന്ന തുമ്പിക്കൈകളും ഇരുചക്രങ്ങളും കയറി മറിയുമ്പോൾ സാധാരണക്കാരൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് മേലാണ് കയ്യേറ്റം നടത്തുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചേരികളിൽ ബുൾഡോസറുകൾ ഇരച്ചു പായുന്നത് വാർത്തയല്ലാതായി മാറി. മുസ്ലിങ്ങളും ദളിതരും താമസിക്കുന്ന ചേരികളാണ് അവയുടെ ലക്ഷ്യം. റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ താൽക്കാലിക സംരക്ഷണത്തിനായി BJP നയിക്കുന്ന സർക്കാരുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന ഓൾഡ് ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിലെ ഫൈസ് ഇലാഹി മസ്ജിദിന് സമീപമുള്ള കെട്ടിടങ്ങളാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ BJP ഭരിക്കുന്ന ഡൽഹി കോർപ്പറേഷൻ അധികൃതർ 32 ബുൾഡോസറുമായി വന്ന് ഇടിച്ചു നിരത്തിയത്. മസ്ജിദിന് സമീപമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നീക്കത്തിനെതിരെ മസ്ജിദ് ഭരണസമിതി നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നഗരവികസന മന്ത്രാലയത്തിനും മുനിസിപ്പൽ കോർപ്പറേഷനും ഡൽഹി വികസന അതോറിറ്റിക്കും നോട്ടീസ് അയച്ചിരുന്നു. 4 ആഴ്ചയ്ക്കകം മറുപടി ഫയൽ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇടിച്ചു നിരത്തൽ നടന്നത്. ദരിദ്ര ജനതയ്ക്കെതിരെയുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന നീക്കങ്ങളിൽ BJP കോൺഗ്രസ് ഭേദമില്ല എന്നതാണ് സത്യം. ബംഗളൂരു എലങ്കയിലെ കുഹിലുവിൽ 200ഓളം വീടുകൾ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സംവിധാനങ്ങൾ ഇടിച്ചു നിരത്തിയതിൻ്റെ ആഘാതം മാറും മുൻപേ കഴിഞ്ഞ രാത്രി ബംഗളൂരു നോർത്തിലെ SRK നഗറിനടുത്ത് അനിസ്രാന്ത്രയിൽ മുസ്ലിങ്ങളുടെ 30ലധികം വീടുകൾ ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ബുൾഡോസറുകൾ ഇടിച്ചു നിരപ്പാക്കി. UP ആദിത്യനാഥിനെ പോലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മാറിയിരിക്കുകയാണ്. ഇതിലൂടെ വെളിവാകുന്നത് BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളായി മാറുന്നു എന്നാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചും വികസന പദ്ധതികൾ നിഷേധിച്ചും കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നയത്തിനെതിരെയുള്ള താക്കീതായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹം. നാടിൻ്റെയാകെ രോക്ഷം പ്രതിഫലിക്കുന്ന ഈ സമരം കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF നടത്തുന്ന സമരപരമ്പരയിലെ പുതിയ അധ്യായമാണ്. രാഷ്ട്രീയ വൈര്യം കൊണ്ട് മാത്രം കേരളത്തെ ദ്രോഹിക്കാൻ തുനിയുന്ന കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ മുഴുവൻ ജനവിഭാഗങ്ങളും സന്നദ്ധരാകുന്ന കാഴ്ചയാണിത്. നികുതി വിഹിതവും ഗ്രാൻഡും പദ്ധതി വിഹിതവും കടമെടുപ്പ് പരിധിയും വെട്ടിക്കുറച്ച് കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള കേന്ദ്ര നീക്കങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലാണ്. അർഹമായ 1 ലക്ഷം കോടിയിലേറെ രൂപയാണ് ഇതുവഴി നിഷേധിച്ചത്. കേരളത്തിനുള്ള നികുതി വിഹിതം 5 വർഷം കൊണ്ട് 3.88% നിന്ന് 1.90% കുറച്ചു. 2024-25 മാത്രം ഇതുമൂലമുണ്ടായ നഷ്ടം 27,000 കോടി രൂപയാണ്. ഇതേസമയം GST പരിഷ്കരണത്തിലൂടെ വർഷം കേരളത്തിന്റെ 8,000 കോടി മുതൽ 9,000 കോടി രൂപ വരെ കവരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഈ കാലയളവിൽ 4.54% നിന്ന് 2.68% കുറച്ചു. 2021-22 കേരളത്തിന്റെ വരുമാനത്തിൽ കേന്ദ്ര വിഹിതം 34% ഇപ്പോൾ 25% കുറഞ്ഞിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അർഹമായ കേന്ദ്ര സഹായം ലഭിക്കാതെ വന്നപ്പോൾ നിയമാനുസൃതമായ ബദൽ മാർഗവുമായി LDF സർക്കാർ രൂപീകരിച്ച കിഫ്ബിയെയും കേരളത്തെ ദ്രോഹിക്കാനുള്ള മാർഗമാക്കി കേന്ദ്രം. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അർഹമായ വിഹിതം നിഷേധിക്കുക മാത്രമല്ല തരാൻ നിശ്ചയിച്ചതുകൂടി വൈകിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ ഇനങ്ങളിലായി നൽകാനുള്ള തുകയിൽ 6,947.36 കോടി രൂപ കുടിശ്ശികയാണ്. അതിൽ നെല്ല് സംഭരിച്ചതിന് നൽകേണ്ട 1,366 കോടി രൂപയുണ്ട്. വിവിധ ഗ്രാൻഡുകളിലായി നൽകേണ്ട 3,951 കോടിയുമുണ്ട്. ക്ഷേമ പെൻഷനുള്ള കേന്ദ്ര വിഹിതത്തിലെ കുടിശ്ശികയായി 341 കോടിയുണ്ട്. ജൽജീവൻ മിഷനിലെ 650 കോടിയുമുണ്ട് കുടിശ്ശികയായി ഉണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗ്രാൻഡ്
നാലിലൊന്നായി വെട്ടിക്കുറിച്ചു. 2020-21 30,017 കോടിയായിരുന്ന ഗ്രാന്റ് 2024-25 7,847 കോടി മാത്രമായി. ഏറ്റവും ഒടുവിൽ ഏറെ ചെലവുകളുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്കുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. അർഹതയുള്ള 12,000 കോടി രൂപയിൽ 59,000 കോടിയാണ് തടഞ്ഞത്. വായ്പയിൽ ഈ സാമ്പത്തിക വർഷം 17,000 കോടി വെട്ടിക്കുറച്ചു. ഈ നടപടികളുടെ പിന്നിൽ സാമ്പത്തിക അച്ചടക്കത്തോടുള്ള കൂറല്ല എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കും. ധന മാനേജ്മെന്റിൽ റിസർവ് ബാങ്കിന്റെയും CAGയുടെയും പ്രശംസ നേടിയ സംസ്ഥാനമാണ് കേരളം. നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും വഴി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച LDF സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കി തകർക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. കേന്ദ്രത്തിന് ഏക ബദലും വെല്ലുവിളിയുമാകുവാണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. കേന്ദ്രം കേരളത്തിന് മേൽ അടിച്ചമർത്തലുകൾ തുടരുമ്പോൾ കമ എന്നൊരക്ഷരം കേരളത്തിലെ കോൺഗ്രസും UDFും നടത്താതെ BJPക്ക് പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജനയുഗം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.